കേരളത്തിൽ ഇനി വരാനിരിക്കുന്നത് BJP-യുടെ കാലം. 2026 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വലിയ പ്രചരണവും പ്രവർത്തനവുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനടക്കം പിടിച്ചെടുക്കുമെന്നുള്ള ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ചാലും തൃശൂരിൽ വിജയിച്ചില്ലെങ്കിലും ഇനി പാർട്ടി ലക്ഷ്യമിടുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിലവിൽ പാർട്ടിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് വിഹിതം കേരളത്തിൽ ലഭിച്ചിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിനെ 25 മുതൽ 27% ഉയർത്തുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. അങ്ങനെ ഉയർത്താനായാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30% വോട്ട് കേരളത്തിൽ നേടാനാകുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. 30% വോട്ട് നേടാനായാൽ ഏറ്റവും ചുരുങ്ങിയത് 15 സീറ്റിലെങ്കിലും വിജയിക്കാൻ ഉറപ്പായും സാധിക്കും. അങ്ങനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു സാന്നിധ്യം അറിയിക്കാനും നിരവധി സീറ്റുകൾ വിജയിക്കാനും കഴിഞ്ഞാൽ 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ആകും കേരളത്തിലെ കറുത്ത കുതിരകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം സമാനതകളില്ലാത്ത പ്രവർത്തനവും ഏകോപനവുമാണ് BJP നടത്തിയത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കൾ, മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനായാലും മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനായാലും അങ്ങനെ BJP-യുടെ ഒട്ടുമിക്ക നേതാക്കന്മാരും ഓരോ മണ്ഡലങ്ങളിലും ഓരോ ജില്ലകളിലും ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് BJP നടത്തിയത്. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ നിർത്തിയത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അങ്ങനെ സമാനതകളില്ലാത്ത മുന്നൊരുക്കങ്ങളാണ് BJP ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി നടത്തിയത്. അതിന്റെ ഒരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒന്നോ രണ്ടോ കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ പഞ്ചായത്തിൽ ആദ്യമായി താമര വിരിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇതായിരിക്കും. കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത പഞ്ചായത്തുകളുടെ ഇരട്ടി ഇത്തവണ ഭരിക്കാനാകുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. അങ്ങനെ മുനിസിപ്പാലിറ്റികൾ അധികമായി വിജയിക്കും, കോർപ്പറേഷനുകൾ അധികമായി വിജയിക്കും, അതുപോലെ ജില്ലാ പഞ്ചായത്തുകളിൽ വിജയമുണ്ടാകും, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വിജയമുണ്ടാകും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു BJP-യുടെ തരംഗമുണ്ട് എന്ന് BJP കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസനത്തിനൊപ്പം കേരളം നടക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡുകൾ മനസ്സിലാക്കിപ്പിക്കുന്നത്. എന്തായാലും BJP-യുടെ ഈ ഒരു മുന്നേറ്റം, ആ മുന്നേറ്റം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഊർജം നൽകും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വൻതോതിലുള്ള വിജയത്തിന് ലക്ഷ്യമിടുകയാണ് BJP-യുടെ സംസ്ഥാന നേതൃത്വം.